പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഹായ് കൂട്ടുകാരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എന്റെ സ്നേഹവന്ദനം. കൂട്ടുകാരെ, നമുക്കിന്നൊരു വാക്യം പഠിച്ചാലോ? ഹലോ കൂട്ടുകാരെ, കിഡ്സ് പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കൂട്ടുകാർക്കും, അങ്കിളുമാർക്കും ആന്റിമാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. പുതിയ കഥകളും പുതിയ പാട്ടുകളും പുതിയ പ്രോഗ്രാമുമായി ഞങ്ങൾ എത്തുന്നു. ആർ യു റെഡി? ലെറ്റ്സ് എൻജോയ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെല്ലാവരും 1 മിനിറ്റ്. ഹലോ, ശരിയായോ? ഓക്കെ, ഞാൻ വരാം, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. അയ്യോ, നമ്മൾ പ്രോഗ്രാമിലായിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങനല്ലേ, പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ എടുക്കാറില്ലേ? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തേക്കാൾ അധികമായി നാം നമ്മുടെ മൊബൈലിനെ സ്നേഹിക്കുന്നു. നമ്മുടെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദൈവത്തെയാണ് നാം ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത്. ഈ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരത് ആക്ഷൻ സോങ് ആയിട്ട് അവതരിപ്പിക്കുന്നു. നിങ്ങളെല്ലാം അത് പഠിക്കണം. ആ പാട്ട് നിങ്ങൾ പഠിച്ച് ആക്ഷൻ കളിക്കണം. ഓക്കെ, റെഡി? Excuse me, boss. You have a text message. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. ഫേസ്ബുക്കും ട്വിറ്ററും കിടിലനാണേ. വാട്സപ്പും ഗൂഗിളും ഒക്കെയാണേ. ഫേസ്ബുക്കും ട്വിറ്ററും കിടിലനാണ്. വാട്സപ്പും ഗൂഗിളും ഒക്കെയാണ്. പക്ഷേ ശത്രുവ സാത്താൻ ഒരുക്കുന്ന വലയിൽ വീഴല്ലേ, ഫേസെല്ലാം പോകല്ലേ. പക്ഷേ ശത്രുവ സാത്താൻ ഒരുക്കുന്ന വലയിൽ വീഴല്ലേ, ഫേസെല്ലാം പോകല്ലേ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. എല്ലാം തന്നത് ദൈവമാണ്, എല്ലാറ്റിലും വലിയവൻ ദൈവമല്ലേ. എല്ലാം തന്നത് ദൈവമാണ്, എല്ലാറ്റിലും വലിയവൻ ദൈവമല്ലേ. എല്ലാത്തിലും മഹത്വം അവനല്ലോ, അവനല്ലോ. എല്ലാത്തിലും മഹത്വം അവനല്ലോ, അവനല്ലോ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും
യേശുവിൽ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ഓൺലൈൻ ക്ലാസ്സൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ ഇങ്ങനെ ഈ മാധ്യമത്തിലൂടെ നിങ്ങളോട് വചനം പറയാനും പാട്ടുകൾ പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് വേദപുസ്തകത്തിലെ ഒരു കഥ നിങ്ങളെ അല്ലെങ്കിൽ നടന്നൊരു സംഭവം കൂടിയാണത്. അത് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? രണ്ടായിട്ട് വേദപുസ്തകത്തെ വിഭജിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേരുണ്ടോ? ഉണ്ടല്ലേ, ഒരു പ്രാവശ്യമുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? കൂടെ പറഞ്ഞിട്ടുണ്ട്. ചിലരത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇസ്രായേലാണല്ലേ. ഇസ്രായേൽ രാജ്യത്ത് സംഭവിച്ച ഒരു കഥയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇസ്രായേലിനെ അന്ന് നയിച്ചിരുന്നത് യോശുവയായിരുന്നു. യോശുവ എന്ന ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ് കേട്ടോ. ശരിക്കും യോശുവ ഒരു രക്ഷകനായിരുന്നു. മിസ്രയീമിൽ ഉണ്ടായിരുന്ന ജനത്തെ അവിടെ നിന്ന് മോശ വിടുവിച്ചു. 40 വർഷം അവർ മരുഭൂമിയിൽ കൂടിയൊക്കെ സഞ്ചരിച്ചു. അതിനുശേഷം മോശ മരിച്ചുപോയി. മോശ മരിച്ചതിന് ശേഷം ഇസ്രായേലിനെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഈ യോശുവ. നൂൻ്റെ മകനായ യോശുവ എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഈ യോശുവയുടെ നേതൃത്വത്തിൽ വന്ന ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിൽ കടന്നു പോകണമായിരുന്നു. കനാൻ നാടെന്ന് പറയുന്നത് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലമാണ്. എന്നാൽ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് യോർദാൻ നദി കടന്നാണ് അവർ പോകേണ്ടത്. യോർദാൻ നദി കടന്ന് അവരപ്പുറത്ത് ചെന്ന് കനാൻ നാട്ടിലുള്ള ആളുകളെ തോൽപ്പിച്ച് വേണമായിരുന്നു കനാൻ നാട് സ്വന്തമാക്കാൻ. അന്ന് ആ സ്ഥലത്തൊക്കെ താമസിച്ചിരുന്ന ആളുകൾ ദൈവത്തെ അനുസരിക്കാത്തവരും വിഗ്രഹാരാധികളുമായിരുന്നതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഇസ്രായേലിനെ ഉപയോഗിക്കുവാനാണ് ദൈവം തീരുമാനിച്ചത്. ആദ്യമായി അവർ കീഴടക്കിയ സ്ഥലം എരിഹോവ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. എരിഹോവിനെ അവർ കീഴടക്കി. അതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ എരിഹോവിനെ കീഴടക്കിയതിന് ശേഷം നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അവർ ആയി എന്ന് പറയുന്ന പട്ടണം, ഹായ് എന്ന് പറയുന്ന പട്ടണം, അതിൻ്റെ അർത്ഥം കൂമ്പാരമെന്നാണ്. നമ്മളെല്ലാം ഹായ് എന്ന് പറയാറില്ലേ? ഹായ്, അതാണ് ആ പട്ടണത്തിൻ്റെ പേര്. ഹായ് എന്ന പട്ടണം വളരെ ചെറിയ പട്ടണമായിരുന്നു. എരിഹോവാണെങ്കിൽ വലിയ പട്ടണമായിരുന്നു. എന്നാൽ ഹായ് എന്ന പട്ടണത്തെ അവർ കീഴടക്കാനായിട്ട് ചെന്ന് അപ്പോൾ യോശുവ പറഞ്ഞു, ഒത്തിരി പേരൊന്നും പോകണ്ട, കുറച്ച് പേര് പോയാൽ മതി, ഒരു 3000 പേര് പോയി ആ പട്ടണത്തെ കീഴ്പ്പെടുത്തിയിട്ടെങ്കിൽ പോരെ എന്ന് പറഞ്ഞു. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ആളുകൾ ഹായ് പട്ടണത്തെ പരാജയപ്പെടുത്താനായിട്ട് ചെന്നപ്പോൾ ഇവരെ ശക്തമായിട്ട് തിരിച്ചാക്രമിച്ചു. അങ്ങനെ ഇവർ തോറ്റോടിപ്പോയി. ഏകദേശം 36 പേര് മരിച്ചു പോകുവാനിടയായി തീർന്നു. അത് ഇസ്രായേലിനെല്ലാം വലിയ ക്ഷീണമായി. അവരിപ്പോഴെല്ലാവരും കീഴടക്കി കളയാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു പോയെങ്കിലും അവർക്കത് സാധിച്ചില്ല. അങ്ങനെ എല്ലാവരും വിഷമിച്ചു പോയി. യോശുവ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കിടക്കുവാനിടയായി തീർന്നു. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം തലയിൽ മണ്ണ് വാരിയിട്ട് അവരുടെ വസ്ത്രങ്ങൾ കീറി. ദുഃഖം വരുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്നു. ഇങ്ങനെ പറഞ്ഞ വൈകുന്നേരം വരെ അവർ സാഷ്ടാംഗം വീണ് കിടന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം യോശുവയ്ക്ക് ഉണ്ടായി, അരുളപ്പാടുണ്ടായി. യോശുവയോട് ചോദിച്ചു, യോശുവേ, നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്താണ്? നിങ്ങൾ തോറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ തോറ്റതിൻ്റെ കാരണം നിങ്ങളുടെ ഇടയിൽ പാപമുണ്ട്. നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തിരിക്കുന്നു. എന്താ പാപം? ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതാണ് പാപം. മനസ്സിലായോ? ദൈവം ചെയ്യരുതെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമല്ല, ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിനെതിരായിട്ട് നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് പാപം. ഇവിടെ ചെയ്ത പാപം എന്തായിരുന്നു അറിയാമോ? യെരിഹോവിനെ കീഴടക്കുവാനായിട്ട് സൈന്യമെല്ലാം പോയപ്പോൾ യഹോവയായ ദൈവം ഈ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടെ കാണുന്ന സാധനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ.
നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തുമ്പോൾ അവരെ കീഴ്പ്പെടുത്തുക മാത്രം ചെയ്യുക, തോൽപ്പിക്കുക. പക്ഷേ അവിടെയുള്ളതായ സ്വർണമോ വെള്ളിയോ ഉടുപ്പുകളോ ആടുമാടുകളോ കാളക്കുട്ടികളെയോ ഒന്നിനെയും നിങ്ങൾ അപഹരിക്കുവാൻ എടുക്കുവാൻ നിങ്ങൾക്ക് സ്വന്തമായി എടുക്കാൻ പാടില്ല. കാരണം അതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ദൈവാലയത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടതുമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ആരോ ഒരാൾ തെറ്റുവരുത്തി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടെ യുദ്ധത്തിന് വരാത്തത്, അങ്ങനെയാണ് നിങ്ങൾ ഹായിൽ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കണം, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ. പലപ്പോഴും കൂട്ടുകാരായ നമുക്ക്, കുട്ടികളായ നമുക്ക്, മുതിർന്നവരായ നമുക്ക് ഒക്കെ തെറ്റ് പറ്റാറുണ്ട്. ആ തെറ്റ് പറ്റുന്നത് എവിടെയാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ തെറ്റ് പറ്റുന്നത് ആരും കാണുന്നില്ല എന്ന് വിചാരിക്കും. എന്നാൽ അത് കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? യോശുവ നേരെ ചെന്ന് ഇസ്രായേൽ മക്കളെല്ലാം വിളിച്ചുകൂട്ടി. ഇസ്രായേലിൽ എത്ര ഗോത്രമുണ്ട്? 12 ഗോത്രങ്ങളുണ്ട്. 12 ഗോത്രങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഗോത്രമായിട്ട് വരണമെന്ന് പറഞ്ഞു. അവർ ഓരോ ഗോത്രമായിട്ട് വന്നു. ഗോത്രമായിട്ട് വന്നപ്പോൾ അവർ നറുക്കിട്ടു. അപ്പോൾ യഹൂദാ ഗോത്രം പിടിക്കപ്പെട്ടു. കഴിഞ്ഞപ്പോൾ യഹൂദാ ഗോത്രത്തിലുള്ള എല്ലാ കുലങ്ങളെയും കൂട്ടി വരുത്തി. അങ്ങനെ സർഹ്യകുലം പിടിക്കപ്പെട്ടു. അങ്ങനെ സർഹ്യകുലത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും കൂട്ടി വരുത്തി. കർമ്മിയുടെ കുടുംബം പിടിക്കപ്പെട്ടു. കർമ്മിയുടെ കുടുംബത്തിൽ ആഖാൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് യോശുവയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ യോശുവ ആഖാൻ്റെ അടുക്കൽ ചെന്നു, മകനെ, നീ ചെയ്തത് എന്താണ്? നീ അതൊന്ന് പറ, എന്താണ് ചെയ്തത് എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഞാൻ യെരിഹോവിൽ നിന്ന് അന്ന് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാബിലോണിയ മേലങ്കി, മേത്തരമായൊരു ബാബിലോണിയ മേലങ്കി ഞാൻ എടുത്തു. 200 ശേക്കൽ വെള്ളി ഞാൻ എടുത്തു. അതുപോലെ 50 ശേക്കൽ തൂക്കം വരുന്ന ഒരു പൊൻകെട്ടി ഞാൻ എടുത്തു. അതെൻ്റെ കൂടാരത്തിനകത്ത് ഞാൻ കുഴിച്ചിട്ടു. ആരും കാണരുതെന്ന് വിചാരിച്ച് ഞാൻ ആ കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടു. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന തെറ്റുകൾ പലപ്പോഴും ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? ഇന്നിപ്പോൾ കൂട്ടുകാർക്കൊക്കെ മൊബൈൽ ഫോണുണ്ട്. അപ്പൻ്റെയോ അമ്മയുടെയോ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സുകളൊക്കെ പഠിക്കാനായിട്ട് എടുത്തതിന് ശേഷം ആരും കാണാതെ ഗെയിമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ കാണാൻ ശ്രമിക്കാറുണ്ടോ? പപ്പയും മമ്മിയൊക്കെ നമ്മളോട് പറയും, എടാ നീ ഗെയിം കാണരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യുന്നൊരു പ്രവണതയുണ്ടോ? അത് പാവമാണ് കേട്ടോ, അത് തെറ്റാണ്. മൊബൈൽ ഫോൺ നല്ലതാണ്, ഇൻ്റർനെറ്റ് നല്ലതാണ്, അല്ലേ? ടെലിവിഷൻ നല്ലതാണ്, ഗെയിമുകൾക്കൊക്കെ അതിൻ്റെതായ സ്ഥാനമുണ്ട്. എന്നാൽ അതൊന്നും നമ്മെ അവിടെ നിന്ന് അടിമപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങൾക്കറിയാമോ ഈ മൊബൈൽ ഫോണ് നല്ലതാണോ ചീത്തയാണോ എന്ന്? തീർച്ചയായിട്ടും നല്ലതാണല്ലേ. ഒരു വ്യക്തിയോട് ചോദിച്ചു, കത്തി നല്ലതാണോ ചീത്തയാണോ? കത്തി നല്ലതാണ്. സാധനങ്ങൾ അളവിന് മുറിക്കുവാനും വേണ്ട സമയത്ത് വേണ്ടത് മാത്രം മുറിച്ച് വേണ്ടാത്തത് ചെത്തിക്കളയാനൊക്കെ കത്തി നല്ലതാണ്. എന്നാൽ അത് ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിലാണെങ്കിലോ വളരെ അപകടകരവുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ശാരീരികമായ പ്രശ്നമാണ്. പലരും മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തല കുനിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ തലയ്ക്ക് പിടലിക്ക് വേദന ഉണ്ടാകും, ചിലർ ചാരിക്കിടക്കും, നടുവിന് വേദന ഉണ്ടാകും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഇതിൻ്റെ വികിരണങ്ങൾ, ഇതിൻ്റെ ആ റേഡിയേഷൻസ് ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റസ്വസ്ഥതകളുണ്ടാകും. ഓക്കെ, അതൊക്കെ ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കണം. ഇത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ എപ്പോഴും ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതായ കാര്യം ഇല്ല. അതുപോലെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ. മനസ്സിന് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ, പ്രശ്നങ്ങൾ ഇത് ഉളവാക്കും. എങ്ങനെയാണെന്നറിയാമോ? ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ നടക്കുന്ന ഗെയിമുകൾ, ഇതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും യഥാർത്ഥമല്ല. ടെലിവിഷനിലും അതുപോലെയാണ്. ടെലിവിഷനിൽ കാണുന്ന സീരിയലൊക്കെ കണ്ട് കരയുന്ന ഒരുപാട് പേരുണ്ടല്ലേ? ശരിക്കും കരയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അയ്യോ കഴിഞ്ഞ സിനിമയിൽ അയാൾ മരിച്ചു പോയതാണല്ലോ, പിന്നെങ്ങനെ അയാൾ ഈ സിനിമയിൽ വന്നതെന്ന്. അപ്പോഴത് കാണുന്ന കുട്ടിക്ക് അറിയില്ല ഇത് യഥാർത്ഥമല്ല എന്നുള്ളത്.
പലപ്പോഴും ചെറിയ കുട്ടികൾക്ക് ഈ ഗെയിമുകൾ, കാർട്ടൂണുകൾ ഒക്കെ കാണുമ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാണെന്ന് തോന്നുകയും അതുപോലെ അങ്ങ് ചെയ്യാൻ അവർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു മാനസികമായ പ്രശ്നമായിട്ട് മാറും. അപ്പം നിരന്തരമായി ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാനസികമായ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം പഠിക്കുവാനും ആ കാര്യങ്ങൾ തുടർന്ന് ചെയ്യുവാനുമുള്ള ഒരു ശേഷി നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ തലച്ചോറിനുണ്ടാവും. ഇപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങളാണ് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഇങ്ങനെ കൂടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതുപോലെ ഇൻ്റർനെറ്റുകൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ നല്ലതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ നിങ്ങളെ വചനം പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു? ഇല്ല. നിങ്ങൾക്ക് സ്കൂളിലെ പാഠങ്ങൾ പഠിക്കുവാൻ പറ്റുമായിരുന്നു? ഇല്ല. അതിനൊക്കെ നല്ലൊരു വശമുണ്ട്, എന്നാൽ ചീത്തയായ വശങ്ങളുമുണ്ട്. ആവശ്യമില്ലാത്തതായ വീഡിയോകൾ കാണുക, ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുക, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഗെയിമുകളിൽ പങ്കെടുക്കുക, അതൊന്നും പാടില്ല കേട്ടോ. അതുപോലെ മൂന്നാമതായിട്ട് ഈ മൊബൈൽ ഫോണൊക്കെ വരുത്തുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അത് ആത്മീയ പ്രശ്നമാണ്. ആത്മീയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല, സമയമില്ല, അതിനുവേണ്ടി മെനക്കെടാറില്ല, പ്രാർത്ഥിക്കാനുള്ള സമയം എടുക്കുന്നില്ല, ദൈവവചനം വായിക്കുവാനായിട്ട് സമയമെടുക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുവാനായിട്ട് താല്പര്യമില്ല, വീട്ടിൽ തന്നെ ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടായി വരാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഈ മൊബൈൽ ഫോണിനെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാനായിട്ട് കേട്ടോ. അപ്പോൾ വളരെ വളരെ നല്ല കാര്യമാണ്. ലോകം മുഴുവൻ കണക്റ്റഡായിട്ട്, അല്ലെങ്കിൽ എല്ലാവരോടും നമുക്ക് ഏത് സമയത്ത് സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും സാധിക്കുന്ന ഒരു നല്ല ഉപാധിയാണിത്. എന്നാൽ അതിനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താ? ആഖാൻ തൻ്റെ തെറ്റ് മറച്ചു വെച്ചു. എന്നാൽ തെറ്റിനെ ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. നമ്മൾ എത്ര ഒളിച്ചും പാത്തും ഒക്കെ നമ്മൾ തെറ്റ് ചെയ്താലും അത് ദൈവം എന്തെങ്കിലും കണ്ടുപിടിക്കും. എന്നാൽ എന്താ ഇവിടെ ആഖാന് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ആഖാനെ, അവൻ്റെ കുടുംബത്തെയും അവനുള്ള സാധനങ്ങളെയും എല്ലാം യോശുവ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ യോശുവയും ഇസ്രായേൽ മക്കളും അവയെല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു താഴ്വരയിൽ കൊണ്ടുപോയി. താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ദൈവിക പ്രമാണം ലംഘിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും കല്ലെടുത്ത് ഇവരുടെ മേൽ എറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. കല്ലുകൾ കൊണ്ട് അവർ വേദനിച്ചു. അവർ ചെയ്ത തെറ്റുകളെ ഓർത്ത് അനുദപിച്ചുവെങ്കിലും ശിക്ഷ അവർക്ക് ലഭിച്ചു. കല്ലിൽ അവരുടെ മേൽ വീണ് അവരെല്ലാം മരിച്ചു. അവരുടെ സാധനങ്ങളൊക്കെ തീക്കിരയാക്കി ചുട്ടുകളഞ്ഞു. എന്നിട്ട് ഒരു വലിയ കൽക്കുന്ന് ആ കുടുംബത്തിൻ്റെ മുകളിൽ കൂട്ടി. അതിന്ന് വരെ അവിടെ ഉണ്ട്. ആഘോർ താഴ്വര എന്ന് അതിന് പിന്നീട് പേരായി തീർന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന് പരിണിത ഫലമുണ്ട്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. രണ്ടാമതായിട്ട്, തെറ്റിനെ ഒരിക്കലും നമുക്ക് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ അങ്ങൾ പറയട്ടെ. നാം തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മെ മാത്രമല്ല, അത് മറ്റുള്ളവരെയും ബാധിക്കും. ആഖാൻ ഒരു പടയാളിയാണ്. ആഖാൻ മാത്രമാണ് എന്ത് ചെയ്തത്? ഒരു തെറ്റ് ചെയ്തത്. പക്ഷേ ആഖാൻ്റെ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടാകും. നമ്മുടെ തെറ്റ് പലപ്പോഴും നമ്മുടെ വീട്ടുകാരെയും തുടർന്നുള്ള തലമുറകളെ വരെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് തെറ്റുകളിലേക്ക് പോകുവാനായിട്ട് പാടില്ല. അതിനായിട്ട് ആഖാൻ്റെ ജീവിതം ഒരു നല്ല പാഠമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിന്ന് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൂട്ടുകാരെ, നമുക്കിന്നൊരു വാക്യം പഠിച്ചാലോ? ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ഒരു ആക്ഷൻ രൂപേണ നമുക്കത് പഠിക്കാം. മത്തായി 22:37 വാക്യം. എങ്ങനെ? മത്തായി 22:37 വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഒരിക്കൽ കൂടി നോക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് സാവധാനത്തിൽ പറഞ്ഞു നോക്കാം. മത്തായി 22:37 വാക്യം.
മത്തായി 22:37 യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ സ്നേഹിക്കണം. ഇപ്പോൾ വാക്യം പഠിച്ച എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുവരെ നമ്മൾ നല്ലൊരു ആക്ഷൻ സോങ് കണ്ടു, ബൈബിൾ ലെസൺ പഠിച്ചു, ബൈബിൾ വാക്യം പഠിച്ചു. ഇനി നമ്മൾ 2 സ്പെഷ്യൽ പ്രോഗ്രാം കാണാൻ പോവുകയാണ്. ക്രിസ്റ്റി ബിനു നമുക്കായി ഒരു കഥ പറയുന്നു, CBBC ഗേൾസ് ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാനൊരു കഥ പറയാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയോ? നല്ല അയൽക്കാരൻ. ഞാൻ ഈ കഥ പറയാൻ പോകുന്നത് ലൂക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഒരിക്കലൊരു പരീക്ഷൻ യേശുവിനെ പരീക്ഷിക്കാനായി ചോദിച്ചു, ഗുരു, എനിക്ക് എങ്ങനെയാണ് നിത്യജീവൻ ലഭിക്കുന്നത്? അതിന് മറുപടിയായി യേശു ചോദിച്ചു, നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അതെങ്ങനെയാണ് നീ വായിക്കുന്നത്? അതിന് അയാൾ അധികം ആലോചിക്കാതെ ഉത്തരം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നും നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു. അതിന് യേശു, നീ പറഞ്ഞത് ശരി, നീ ഇങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ പറഞ്ഞു. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. വരിയിൽ അയാൾ കള്ളന്മാരുടെ ഇടയിൽപ്പെട്ടു. ആ കള്ളന്മാർ അയാളുടെ വസ്ത്രമെല്ലാം കീറി മുറിവുകൾ ഏൽപ്പിച്ചിട്ട് കയ്യിലുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോയി. വിജനമായ ആ പ്രദേശത്ത് ആ സാധു മനുഷ്യന്റെ നിലവിളി കേട്ട് ഓടി വരാൻ ഒറ്റൊരാൾ പോലും ഉണ്ടായിരുന്നില്ല. എതിർച്ചയാ അതുവഴി ഒരു പുരോഹിതൻ കടന്നുപോയി. ആ പാവം മനുഷ്യനെ കണ്ടുവെങ്കിലും മറുവശത്ത് കൂടി കടന്നുപോയി. പിന്നീട് വന്നത് ഒരു ലേവ്യനായിരുന്നു. ആ ലേവ്യനും ആ പാവം മനുഷ്യനെ കണ്ടുവെങ്കിലും മറുവശത്ത് കൂടി കടന്നുപോയി. പിന്നീട് വന്നത് ഒരു ശമര്യക്കാരനായിരുന്നു. ആ പാവം മനുഷ്യനെ കണ്ട് മനസ്സറിഞ്ഞ് തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകളെല്ലാം കെട്ടി എന്നിട്ട് തൻ്റെ വാഹനത്തിൽ അയാളെ കയറ്റി അടുത്തുള്ള ഒരു വരിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേനാൾ ആ ശമര്യക്കാരൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് അവിടുത്തെ വരിയമ്പലക്കാരന് കൊടുത്തിട്ട്, ഇയാളെ വേണ്ട വിധത്തിൽ ചികിത്സിക്കുക, വല്ലതും അധികമായി വന്നാൽ തിരികെ വരുമ്പോൾ തരാമെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു ആ പരീക്ഷനോട് ചോദിച്ചു, ആ കള്ളന്മാരുടെ ഇടയിൽപ്പെട്ട ആ പാവ മനുഷ്യനിൽ ഈ മൂവർ ആരാണ് സുഹൃത്തായത്? അതിന് അയാൾ മറുപടിയായി, അയാളോട് കരുണ കാണിച്ച ആൾ തന്നെയെന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, നീ പറഞ്ഞത് ശരി, നീ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള സംതൃപ്തി നാം ബാല്യത്തിലേ വളർത്തിയെടുക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയുള്ള സംതൃപ്തി നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ കഥ ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി.
ക്രൂശിനായി നന്ദി, മാറുവില തന്നു നീ. എന്റെ പാപം പേറി നീ സ്നേഹത്താലേ കൃപകൾ ഏറെ തന്നു. സ്നേഹത്തിനായി നന്ദി, ആണിപ്പാടേറ്റ കൈകൾക്കാ ഒഴുകും നീണത്താലേ കഴുകിയതാ ചാരും നിൻ മാർവിൽ. യോഗ്യൻ നീ നാഥാ, സിംഹാസനത്തിൽ നീ പൊൻകിരീടം ചൂടി നീ വാഴും ജയാളിയാ. ഉന്നതേ വാഴും ദൈവത്തിൻ പുത്രൻ, സ്വർഗമകുടം ക്രൂശിതനായി യോഗ്യൻ നീ നാഥാ. കൂട്ടുകാരെ, ഇന്നത്തെ പ്രോഗ്രാം എല്ലാം സൂപ്പർ ആയിരുന്നു അല്ലേ? നാം ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ? ഇന്ന് പ്രോഗ്രാം നടത്തിയ കൂട്ടുകാരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാമുകൾ നടത്തി. എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാം ഇന്ന് പഠിച്ച പാഠങ്ങൾ കൂട്ടുകാർ ഒരിക്കലും മറക്കരുത്. മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയാസ് ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ദൈവത്തേക്കാൾ അധികമായി നാം ഇതിനെ ഒന്നും സ്നേഹിക്കുവാൻ പാടില്ല. ഞാൻ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കട്ടെ. രാവിലെ ഉണർന്ന ഉടനെ ഒരിക്കലും നിങ്ങൾ ഫോൺ എടുക്കുവാൻ പാടില്ല. ആദ്യമേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കണം. എങ്കിലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നാം പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ സമയത്ത് അതുമാത്രമേ കാണുവാൻ പാടുള്ളൂ. വേറെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ പോകുവാൻ പാടില്ല. അതുപോലെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോഴും തനിയെ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ അതിൽ മാത്രം ശ്രദ്ധിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും മറ്റ് ജോലികൾ ഏർപ്പെടുമ്പോഴും കഴിവതും മൊബൈൽ ഫോണും മറ്റ് ഡിവൈസസും ഒഴിവാക്കുക. ദൈവത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക. കർത്താവാണ് നമുക്കെല്ലാം തന്നത്. നമുക്ക് തന്ന ഈ ദാനങ്ങളെ സ്നേഹിക്കാതെ ദാതാവിനെ, നമുക്ക് തന്ന നമ്മുടെ കർത്താവിനെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ എല്ലാ കൂട്ടുകാരും ദൈവം സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കൂട്ടുകാരും തീരുമാനമെടുക്കണം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ജീവിതം ആരംഭിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയാസിലോ മറ്റ് ഡിവൈസസിലോ ഞാൻ പോകുകയില്ല. പ്രാർത്ഥിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും അതിൽ തന്നെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പഠിക്കുമ്പോഴേ പഠനത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കും എന്ന തീരുമാനമെടുക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നല്ല ആക്ഷൻ സോങ്ങും നല്ല കഥയും നല്ല പാട്ടുമൊക്കെ പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളിന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റേതിനേക്കാളും ഞങ്ങളുടെ ദൈവത്തിന് പ്രമുഖമായ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ടെ. എല്ലാ കൂട്ടുകാരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ശേഷമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നമ്മൾ കാണും വരെയും ടാറ്റ, ബൈ, സീ യു. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Excuse me, boss. You have a text message. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ.
നെത്തിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. നെറ്റിനെക്കാളും കാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. ഫേസ്ബുക്കും ട്വിറ്ററും കിടിലനാണ്, വാട്സപ്പും ഗൂഗിളും ഒക്കെയാണ്. ഫേസ്ബുക്കും ട്വിറ്ററും കിടിലനാണ്, വാട്സപ്പും ഗൂഗിളും ഒക്കെയാണ്. പക്ഷേ ശത്രുവ സാത്താൻ ഒരുക്കുന്ന വലയിൽ വീഴല്ലേ, ഫേസെല്ലാം പോകല്ലേ. പക്ഷേ ശത്രുവ സാത്താൻ ഒരുക്കുന്ന വലയിൽ വീഴല്ലേ, ഫേസെല്ലാം പോകല്ലേ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. എല്ലാം തന്നത് ദൈവമാണ്, എല്ലാറ്റിലും വലിയവൻ ദൈവമല്ലേ. എല്ലാം തന്നത് ദൈവമാണ്, എല്ലാറ്റിലും വലിയവൻ ദൈവമല്ലേ. എല്ലാറ്റിലും മഹത്വം അവനല്ലോ, അവനല്ലോ. എല്ലാറ്റിലും മഹത്വം അവനല്ലോ, അവനല്ലോ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ. നെറ്റിനെക്കാളും ചാറ്റിനെക്കാളും യേശുവിൻ സൗഹൃദം വലുതാണേ. നെറ്റിലാക്കുവാൻ പാട്ടിലാക്കുവാൻ പമ്മി പമ്മി സാത്താൻ വരുന്നുണ്ടേ.